നമ്മുടെ ലോകം ഇപ്പോൾ വലിയ വലിയ കോൺട്രഡിക്ഷൻസിന്റെ നടുവിലാണ് എന്ന് വേണം പറയാൻ. ഒരു വശത്ത് പ്രകൃതി അതിന്റെ വിസ്മയങ്ങൾ പുറത്തെടുക്കുന്നു. ചൈനയിലെ ഇന്നർ മംഗോളിയയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അപൂർവമായ സൺഡോഗ്സ് പ്രതിഭാസം ഒരേ സമയം 3 സൂര്യന്മാരെ കാണിച്ചു. മറുവശത്ത് മനുഷ്യനിർമ്മിതമായ പ്രതിസന്ധികളും പോരാട്ടങ്ങളും. US പ്രസിഡന്റ് ട്രംപ് വീണ്ടും ഉയർത്തിയ താരിഫ് ഭീഷണി ലോക വ്യാപാരത്തിന് പുതിയ തലവേദന സൃഷ്ടിക്കുന്നു. ഗാസ അതിർത്തിയിലെ യെല്ലോ ലൈൻ കഥയും ജപ്പാനെ പിടിച്ചുലച്ച 7.6 തീവ്രതയുള്ള ഭൂചലനവും അതിന്റെ സുനാമി മുന്നറിയിപ്പുകളും ലോകത്തെ ആശങ്കയിലാഴ്ത്തി. ഇതിനിടയിൽ 9.25 ലക്ഷം കോടിയുടെ ഭീമൻ കൗണ്ടർ ബിഡിലൂടെ വാർണർ ബ്രോസിനെ പിടിച്ചെടുക്കാൻ പാരമൗണ്ട് ശ്രമിക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള സ്ട്രീമിംഗ് ഭീമന്മാർക്ക് ആശങ്കയാണ്. കൂടാതെ ലോകോത്തര മ്യൂസിയമായ ലൂവിൽ തുടർച്ചയായി സംഭവിക്കുന്ന വാട്ടർ ലീഗ് പോലുള്ള വീഴ്ചകളും നമ്മെ ഞെട്ടിക്കുന്നു. ലോകത്തെ പിടിച്ചുലച്ചതും വിസ്മയിപ്പിച്ചതുമായ ഈ സംഭവങ്ങൾ പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ട്രംപ് ഇപ്പോൾ എന്തോ ഫ്രീ ആയി കിട്ടിയ സാധനം പോലെ ഇഷ്ടമുള്ള രാജ്യങ്ങൾക്ക് മേൽ തലങ്ങും വിലങ്ങും താരിഫ് ബോംബ് ഇടുകയാണ്. ഈ ഒരു ഗെയിമിലെ ഏറ്റവും പുതിയ നീക്കവുമായി പ്രസിഡന്റ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് വാർ അദ്ദേഹത്തിന് ഒരു ഹോബിയാണോ എന്ന സംശയം തോന്നിപ്പിക്കുന്ന അടുത്ത നീക്കം. ഇപ്പോൾ വന്നിരിക്കുന്നത് കാനഡയിലെ ഫെർട്ടിലൈസേഴ്സിനും ഇന്ത്യയിൽ നിന്നുള്ള അരിക്കും കനത്ത താരിഫ് ഏർപ്പെടുത്താനുള്ള പുതിയ സൂചനകളുമായിട്ടാണ്. യുഎസിലെ കർഷകരെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാണെങ്കിൽ പോലും ഇത് ഇന്ത്യ, കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. ഇന്ത്യൻ അരിയെയാണ് ട്രംപ് പ്രധാനമായും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ കർഷകരുമായി സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അമേരിക്കൻ കർഷകർക്ക് $12 ബില്യൺ പുതിയ സപ്പോർട്ട് പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനിടെയായിരുന്നു ഈ അപ്രതീക്ഷിത ട്വിസ്റ്റ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ അരി ഡംപിംഗ് നടത്തുകയാണ്. അതായത് കുറഞ്ഞ വിലയ്ക്ക് അരി വിപണിയിൽ എത്തിച്ച് അമേരിക്കൻ ഉൽപാദകരെ തകർക്കുന്നു. ദേ ഷുഡന്റ് ബി ഡംപിംഗ്. നിങ്ങൾ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയുള്ള അരി ഇറക്കുമതിയാണ് തങ്ങളെ ഭയപ്പെടുത്തുന്നതെന്നാണ് US കർഷകരുടെ പരാതി. ഇതുപോലെ അടുത്ത ബോംബിട്ടത് കാനഡയ്ക്ക് മേലാണ്. കാനഡയിൽ നിന്നുള്ള വളങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപിന്റെ അടുത്ത വാർണിംഗ്. എന്തിനായിരുന്നോ? അമേരിക്കയിൽ തന്നെ ഫെർട്ടിലൈസർ ഉൽപാദനം കൂട്ടാനാണ്. കാനഡയിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കനത്ത താരിഫ് ഇടും, അത്ര തന്നെ. ഇതായിരുന്നു കാനഡയുടെ കാര്യത്തിലെ വാക്കുകൾ. കാനഡയിൽ നിന്നാണ് US പൊട്ടാഷ് പോലുള്ള പ്രധാന വളങ്ങൾ ധാരാളമായി എത്തുന്നത്. വളരെ കടുത്ത താരിഫുകൾ ചുമത്തേണ്ടി വന്നാൽ അതിന് മടിക്കില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ട്രംപ് ആദ്യമായിട്ടല്ല ഇങ്ങനെ എടുത്തു ചാടുന്നത്. അദ്ദേഹത്തിന്റെ ട്രേഡ് പോളിസി എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺട്രവേഴ്സീസിനും കുറവില്ലായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ വ്യാപാര തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. അതിലും അരിയും ഡയറി ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കനത്ത താരിഫ് നിലനിൽക്കുമ്പോഴാണ് ഈ പുതിയ ഭീഷണി വരുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനെതിരെയും അദ്ദേഹം കടുപ്പത്തിൽ സംസാരിച്ചിരുന്നു. അതുപോലെ കാനഡയുടെ സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കും മുൻപ് ട്രംപ് താരിഫ് കൂട്ടിയിരുന്നു. ഇപ്പോൾ കാനഡയുമായി ഒരു ട്രേഡ് ഡീൽ ചർച്ചയിലിരിക്കുമ്പോഴാണ് വീണ്ടും താരിഫ് കളികൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുമായും കാനഡയുമായും ഡീൽ ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ പ്രഷർ കൂട്ടുന്ന ഈ ട്രംപിന്റെ തന്ത്രം എന്താണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. അമേരിക്കയിൽ ഇപ്പോൾ കൺസ്യൂമർ പ്രൈസസ് ഉയർന്നു നിൽക്കുന്ന സമയമാണ്. ഈ താരിഫുകൾ വരുമ്പോൾ വില വീണ്ടും കൂടുമെന്ന് ഉറപ്പാണ്. പക്ഷെ ട്രംപ് തന്റെ വോട്ട് ബാങ്ക് ആയ കർഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ മൂവ് നടത്തുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ട്രംപിന് കിട്ടിയ ഫ്രീഡം ഇതാണ്. താൻ അധികാരത്തിൽ വന്നാൽ താരിഫിന്റെ മഴയായിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അതിപ്പോൾ സത്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യയും കാനഡയും എങ്ങനെ പ്രതികരിക്കുമെന്നതിലാണ് ഇനി ലോകത്തിന്റെ കണ്ണ്. ഗസയിലെ രാഷ്ട്രീയവും സൈനികവുമായ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന നീക്കമാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എയൽ സമീർ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സീസ് ഫയർ എഗ്രിമെന്റ് പ്രകാരം ഇസ്രായേൽ സേന താൽക്കാലികമായി പിൻവാങ്ങാൻ തീരുമാനിച്ച യെല്ലോ ലൈൻ ഇനി മുതൽ ഇസ്രായേലിന്റെ പുതിയ അതിർത്തി ആയിരിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം ഗസയുടെ വിഭജനത്തെ ശാശ്വതമാക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. പുതിയ അതിർത്തി പ്രഖ്യാപനം വരുമ്പോഴും ഗസയിലെ മനുഷ്യദുരിതത്തിന്റെ ചിത്രം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച സംഘർഷത്തിൽ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 70,000-ത്തിലധികമാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ്.
പരിക്കേറ്റവരുടെ എണ്ണം ലക്ഷക്കണക്കിന് വരും. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്ന ഗസയിൽ ഏകദേശം 1.9 മില്യൺ 19 ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. ശരിക്കും ഈ പ്രഖ്യാപനത്തോടെ, അതായത് ഇസ്രായേലിന്റെ ഈ പുതിയ അതിർത്തി പ്രഖ്യാപനം ഈ പലായനം ചെയ്തവരുടെ തിരിച്ചുപോക്കിനുള്ള അല്ലെങ്കിൽ തിരിച്ചു വരവിനുള്ള വഴികൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിരിക്കുകയാണ്. ട്രംപിന്റെ സമാധാന പദ്ധതിയും അതിലെ ഈ യെല്ലോ ലൈനും എന്താണ്? ട്രംപ് 20 പോയിന്റ് പീസ് പ്ലാനിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു താൽക്കാലിക സൈനിക രേഖയായിരുന്നു ഈ യെല്ലോ ലൈൻ. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഗസയെ ഒരു താൽക്കാലിക ബഫർ സോൺ ഉപയോഗിച്ച് വിഭജിക്കുന്നത്. ഈ രേഖ ഗസയെ ഏകദേശം രണ്ടായി തിരിക്കുന്നു. വെസ്റ്റ് ഗാസ, പടിഞ്ഞാറ് ഭാഗം ജനവാസമുള്ള പലസ്തീൻ മേഖല. ഈ ഭാഗം പ്രധാനമായും ഹമാസിന്റെ സ്വാധീനത്തിലുള്ള പലസ്തീൻ പ്രദേശമാണ്. ഗാസ സിറ്റി, ഖാൻ യൂനിസ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ഇവിടെയാണ്. ഇനി കിഴക്കുഭാഗം ഈസ്റ്റ് ഗാസ നിലവിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയുമാണ്. ഗാസയുടെ മൊത്തം വിസ്തൃതിയുടെ ഏകദേശം 53% വരുന്ന ഈ ഭാഗം വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. റാഫ ഉൾപ്പെടെയുള്ള കിഴക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വെടിനിർത്തൽ കരാർ പ്രകാരം ഈ ലൈൻ ഒരു താൽക്കാലിക സൈനിക പിൻവാങ്ങൽ രേഖ മാത്രമായിരുന്നു. ഇത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF-ന് കൈമാറി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങേണ്ടതായിരുന്നു. അതായത് യെല്ലോ ലൈൻ എന്നത് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുന്നതുവരെ ഉപയോഗിക്കാനുള്ള ഒരു താൽക്കാലിക സൈനിക പിൻവാങ്ങൽ രേഖ മാത്രമായിരുന്നു. എന്നാൽ IDF ചീഫ് അയൽ സമീർ ഈ ധാരണ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഹമാസിനെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഇനി ഒരു താൽക്കാലിക രേഖയല്ല, മറിച്ച് ഞങ്ങളുടെ ഫോർവേഡ് ഡിഫെൻസീവ് ലൈനാണിത്. ഇത് ഇസ്രായേലിന്റെ പുതിയ അതിർത്തിയായിരിക്കും, അദ്ദേഹം പറഞ്ഞു. ഈ പ്രഖ്യാപനം ഇസ്രായേൽ ഗസയിൽ പെർമനന്റ് മിലിറ്ററി പ്രസൻസ് ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ പ്രസ്താവനയിലൂടെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്നാമതായി പെർമനന്റ് പാർട്ടീഷൻ, അതായത് ഗസയുടെ ഏകദേശം 53% വരുന്ന കിഴക്കൻ മേഖലയിൽ സ്ഥിരമായ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുക. അടുത്തതായി, അതായത് രണ്ടാമതായി, സ്വാഭാവികമായി കരാർ ലംഘനമാണ്. ഗസ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ല എന്ന അന്താരാഷ്ട്ര കരാറിലെ വാഗ്ദാനം ലംഘിക്കപ്പെടുന്നു. പിന്നെ സുരക്ഷാവാദം, അതായത് സെക്യൂരിറ്റി ആർഗ്യുമെന്റ്. ഹമാസിന്റെ തുരങ്കങ്ങളും റോക്കറ്റ് വിക്ഷേപണ ശേഷിയും ഇല്ലാതാക്കാനാണ് ഈ നീക്കമെന്നാണ് ഇസ്രായേൽ നൽകുന്ന അടുത്ത വിശദീകരണം. ഇനി ഈ നീക്കത്തിനോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളൊന്ന് പരിശോധിക്കാം. ഇസ്രായേലിന്റെ ഈ നീക്കം ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിർണായക പ്രഖ്യാപനത്തോട് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി വലിയ പ്രതികരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ പദ്ധതിയുടെ ആർക്കിടെക്ട്സ് എന്ന നിലയിൽ US സൈനിക പ്ലാനർമാർ പോലും യെല്ലോ ലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഗസയുടെ ദീർഘകാല വിഭജനത്തിനായുള്ള പദ്ധതികൾ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. ഇനി ഈ നീക്കത്തിനോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളൊന്ന് പരിശോധിക്കാം. ഇസ്രായേലിന്റെ ഈ നീക്കം ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിർണായക പ്രഖ്യാപനത്തോട് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി വലിയ പ്രതികരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ പദ്ധതിയുടെ ആർക്കിടെക്ട്സ് എന്ന നിലയിൽ US സൈനിക പ്ലാനർമാർ പോലും യെല്ലോ ലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഗസയുടെ ദീർഘകാല വിഭജനത്തിനായുള്ള പദ്ധതികൾ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. ഈ അന്താരാഷ്ട്ര മൗനം ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയ നീക്കത്തിന് പരോക്ഷമായ ഗ്രീൻ സിഗ്നൽ നൽകുന്നതായി പലസ്തീൻ നേതൃത്വം ആരോപിക്കുന്നു. അതേസമയം ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടി സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും 2 സ്റ്റേറ്റ് സൊല്യൂഷന്റെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ ഇതിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു. IDF ചീഫിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വ്യക്തമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുണ്ട്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സർക്കാരിന് കീഴിൽ ഗസയെ പൂർണ്ണമായും വിഭജിച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. യെല്ലോ ലൈൻ അതിർത്തിയാക്കുന്നതിലൂടെ ഗസയുടെ കിഴക്കൻ മേഖലയെ ഇഫക്റ്റീവ് കൺട്രോളിൽ നിർത്താൻ ഇസ്രായേലിന് സാധിക്കും. ഇത് ഹമാസിന്റെ തുരങ്കങ്ങളെയും റോക്കറ്റ് വിക്ഷേപണ ശേഷിയും ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഈ യെല്ലോ ലൈൻ ഒരു വെറും മഞ്ഞ രേഖയോ അല്ലെങ്കിൽ താൽക്കാലിക സൈനിക രേഖയോ അല്ല, മറിച്ച് സമാധാനത്തിനുള്ള സാധ്യതകൾക്ക് മേൽ ഒരു കറുത്ത കേർട്ടൻ ഇടുകയാണ്. അത് പലസ്തീൻ ജനതയുടെ ഭാവിക്ക് മേൽ ഇസ്രായേൽ വരച്ച പുതിയ അതിർത്തിയാണ്. ഈ പുതിയ അതിർത്തി പ്രഖ്യാപനം മധ്യേഷ്യയിലെ ജിയോപൊളിറ്റിക്കൽ ഡൈനാമിക്സ് എങ്ങനെ മാറ്റുമെന്നും റീജിയണൽ സ്റ്റെബിലിറ്റി എങ്ങനെ ബാധിക്കുമെന്നും അതുപോലെ നിലവിലെ വെടിനിർത്തൽ എത്ര നാൾ തുടരുമെന്നും ഒക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതാ വർഷാവസാനം ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ജപ്പാന്റെ തീരമേഖലയിൽ അതിശക്തമായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി നൽകിയിട്ടുള്ള ഈ മുന്നറിയിപ്പ് വലിയൊരു ദുരന്തത്തിന്റെ സൂചന നൽകുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് ലോകമിപ്പോൾ.
നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. എങ്കിലും ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്തെ ഇഷിക്കാവ പ്രിഫെക്ചറിലാണ് ഭൂകമ്പം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. 20,000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട 2011 ദി ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ എർത്ത്ക്വേക്ക് എന്നറിയപ്പെടുന്ന ഭൂകമ്പത്തെ ഓർമ്മിപ്പിക്കും വിധം ജപ്പാനെ പിടിച്ചുകുലുക്കിയ മറ്റൊരു ഭൂചലനമായിരുന്നു ഇത്. വടക്കു കിഴക്കൻ ജപ്പാൻ തീരത്ത് നിന്നും 80 കിലോമീറ്റർ അകലെ സമുദ്രത്തിനുള്ളിലാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. തദ്ദേശ സമയം രാത്രി 11:15 സംഭവം. ഭൗമനിരപ്പിൽ നിന്ന് 50 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂചലനത്തിന്റെ എപ്പിസെന്റർ ഇഷിക്കാവയിലെ നോട്ടോ പെൻസിലയുടെ വടക്കൻ അറ്റത്തിന് സമീപം ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു. ഇത് കാരണം രാജ്യത്തിന്റെ പല മേഖലകളിലും സുനാമി മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 90,000 പേരെയാണ് ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചത്. തീരദേശവാസികളോട് ഉടൻ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 90,000 പേരെയാണ് ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചത്. തീരദേശവാസികളോട് ഉടൻ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടു. ഇവാക്യുവേഷൻ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഹൊക്കൈഡോ, അമോരി, ഇവാറ്റെ പ്രദേശങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പുള്ളത്. ഇവിടങ്ങളിൽ 3 മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ വീശി അടിച്ചേക്കാമെന്നാണ് വിവരം. ഇഷിക്കാവ, നിഗാറ്റ, ടൊയാമ എന്നീ പ്രിഫെക്ചറുകളിൽ 5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ മരണങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 35 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ചില കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സമുദ്രത്തിനുള്ളിലാണ് ഭൂചലനം ഉണ്ടായതെങ്കിലും കരയിലും ഇതിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇപ്പോൾ. ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റോഡുകളിൽ വിള്ളലുണ്ടായതുമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ചില വീടുകൾ തകർന്നു വീഴുകയും ഫയർ എമർജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതും കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെട്ടതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ അതിവേഗ ട്രെയിൻ സർവീസുകളായ ഷിൻകാൻസെൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ പ്ലാന്റുകളിൽ കാര്യമായ ഡാമേജുകളോ റേഡിയേഷൻ ചോർച്ചയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. എങ്കിലും അതീവ ജാഗ്രതയോടെയാണ് അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ജപ്പാൻ ഇപ്പോൾ വലിയൊരു ക്രൈസിസിലൂടെയാണ് കടന്നുപോകുന്നത്. 7.6 തീവ്രത എന്നത് ഒരു സാധാരണ ഭൂചലനമല്ല. ഈ ഡിസാസ്റ്റർ എത്രത്തോളം നാശനഷ്ടമുണ്ടാക്കിയെന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം, പാരീസിലെ ലൂവ്ർ.
ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അതിന്റെ ആർട്ട് പീസുകൾ കൊണ്ടല്ല, മറിച്ച് ഗുരുതരമായ മെയിന്റനൻസ് പ്രശ്നങ്ങൾ കൊണ്ടാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ജുവൽ ഹീസ്റ്റിന് പിന്നാലെ ഇപ്പോൾ ഇതാ മ്യൂസിയത്തിൽ വാട്ടർ ലീക്ക് സംഭവിച്ചിരിക്കുന്നു. ചോർന്ന വെള്ളം മ്യൂസിയത്തിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന 300-ലധികം ബുക്കുകളും ജേർണലുകളും നശിപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഇതെന്താണ് സംഭവിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം അവഗണിക്കപ്പെടുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കലാപ്രേമികൾ ചോദിക്കുന്നത്. നവംബർ അവസാനമാണ് ലൂവിന്റെ ഈജിപ്ഷ്യൻ പുരാവസ്തു വിഭാഗത്തിലെ ലൈബ്രറിയിൽ വാട്ടർ ലീക്ക് കണ്ടെത്തിയത്. ഏകദേശം 300 മുതൽ 400 വരെ പുസ്തകങ്ങളെയും ഗവേഷണ ജേർണലുകളെയും ഇത് ബാധിച്ചു. ഈജിപ്റ്റോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെയും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെയും ഡോക്യുമെന്റുകളായിരുന്നു ഇവ. നഷ്ടപ്പെട്ടവ യുണീക്കായ ഹെറിറ്റേജ് ആർട്ടിഫാക്റ്റുകൾ അല്ലെങ്കിലും ഗവേഷകരെ സംബന്ധിച്ച് ഇവ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം കയറിയ പുസ്തകങ്ങൾ ഉണക്കി റെസ്റ്റോർ ചെയ്യാൻ അയച്ചിരിക്കുകയാണ് അധികൃതർ. എന്തായാലും കൂടുതൽ ഷോക്കിംഗ് ആയ കാര്യം, ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പഴയ ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ സിസ്റ്റത്തിലെ വാൽവ് തുറന്നുപോയതാണ്. ഈ പ്രശ്നം വർഷങ്ങളായി അറിയാമായിരുന്നിട്ടും റിപ്പയർ ചെയ്യാൻ വൈകി എന്ന മ്യൂസിയം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ വെളിപ്പെടുത്തൽ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. ഈ ഒരു സംഭവം ലൂവ് നേരിടുന്ന പ്രതിസന്ധികളുടെ ഒരു തുടർച്ച മാത്രമാണ്. കഴിഞ്ഞ ഒക്ടോബർ 19-ന് പകൽ വെളിച്ചത്തിൽ നടന്ന കവർച്ചയിൽ 88 മില്യൺ യൂറോ വിലമതിക്കുന്ന ഫ്രഞ്ച് ക്രൗൺ ജുവൽസ് മോഷ്ടിക്കപ്പെട്ടു. മോഷ്ടാക്കൾ ഒരു ഫർണിച്ചർ ലിഫ്റ്റ് ഉപയോഗിച്ച് മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിച്ചത് സെക്യൂരിറ്റി സംവിധാനങ്ങളിലെ വലിയ പരാജയമാണ് തുറന്നുകാട്ടിയത്. അതുപോലെ തന്നെ നവംബറിൽ ഗ്രീക്ക് വാസുകൾ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഒരു ഗാലറിയുടെ ഭാഗം കെട്ടിടത്തിലെ ബലക്കുറവ് കാരണം താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നിരുന്നു. ഫ്രാൻസിന്റെ പൊതു ഓഡിറ്റ് വിഭാഗമായ കോഡസ് കംപ്റ്റസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് ഈ അവസ്ഥയ്ക്ക് കാരണം വ്യക്തമാക്കുന്നുണ്ട്. ലൂവ് അധികൃതർ ആർട്ട് വർക്കുകൾ വാങ്ങുന്നതിനും വിസിറ്റർ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിനും അമിതമായി പണം ചെലവഴിച്ചു. എന്നാൽ കെട്ടിടത്തിന്റെ മെയിന്റനൻസും റിനോവേഷനും വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ലൂവിലെ ജീവനക്കാരുടെ യൂണിയനുകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഫ്രജൈൽ ഇൻഫ്രാസ്ട്രക്ചർ കാരണം തങ്ങളുടെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാകുന്നു എന്നാണ് അവരുടെ പരാതി. ഈ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജീവനക്കാർ റോളിംഗ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ലൂവ് ഇപ്പോൾ ടിക്കറ്റ് വില 45% വരെ വർദ്ധിപ്പിച്ചത് പോലും ഈ അത്യാവശ്യമായ സ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റ്സിനുള്ള ഫണ്ട് കണ്ടെത്താനായിരുന്നു. അതും എവിടെയും എത്തുന്നില്ല എന്ന് ചുരുക്കം. തീർച്ചയായും ലോകോത്തര നിധിശേഖരം സൂക്ഷിക്കുന്ന ലൂവ് മ്യൂസിയം തുടർച്ചയായ സുരക്ഷാ വീഴ്ചകളും പരിപാലന പ്രശ്നങ്ങളും നേരിടുന്നത് അത് അവഗണിക്കപ്പെടുന്നു എന്ന ധാരണയെ ബലപ്പെടുത്തുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഈ മ്യൂസിയം നേരിടുന്ന തുടർച്ചയായ ഷോക്കുകൾ അതിന്റെ ലോകോത്തര നിലവാരത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. നെഗ്ലിജൻസ് എന്ന ആരോപണം തള്ളിക്കളയാൻ മ്യൂസിയം അധികൃതർക്ക് പ്രയാസമായിരിക്കും. ഹീസ്റ്റ്, ലീക്ക്, സ്ട്രൈക്ക്, ലൂവിലെ ഡ്രാമ ഇപ്പോൾ പീക്ക് ലെവലിലാണ് എന്ന് വേണം പറയാൻ. ലോകോത്തര നിധിശേഖരം കാത്തു സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയത്തിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് തീർച്ചയായും വലിയ ഫോളോ അപ്പ് ആവശ്യമുള്ള വിഷയമാണ്. ലോകത്തിലെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഹോളിവുഡിനെയും ആഗോള മാധ്യമ രംഗത്തെയും ഞെട്ടിച്ചുകൊണ്ട് വാർണർ ബ്രോസ് ഡിസ്കവറിയെ ഏറ്റെടുക്കുന്നതിനായി പാരമൗണ്ട് സ്കൈഡാൻസ് $108.4 ബില്യൺ ഏകദേശം 9.25 ലക്ഷം കോടി രൂപയുടെ ബിഡ് സമർപ്പിച്ചിരിക്കുകയാണ്. വാർണർ ബ്രോസിന്റെ സ്റ്റുഡിയോ, HBO മാക്സ് സ്ട്രീമിംഗ് സേവനങ്ങൾ എന്നിവ ഏറ്റെടുക്കാനുള്ള നെറ്റ്ഫ്ലിക്സിന്റെ $82.7 ബില്യൺ മൂല്യമുള്ള കരാറിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പാരമൗണ്ടിന്റെ ഈ നീക്കം. ഇതുകൂടാതെ WBDയുടെ ബോർഡിന്റെ അംഗീകാരമില്ലാതെ നേരിട്ട് ഷെയർ ഹോൾഡേഴ്സിന് മുമ്പാകെയാണ് പാരമൗണ്ട് ഈ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ഉയർന്ന ബിഡിംഗ് വാറിൽ നെറ്റ്ഫ്ലിക്സിനോട് തോറ്റതിന് തൊട്ടു പിന്നാലെയാണ് പാരമൗണ്ടിന്റെ ഈ ഞെട്ടിക്കുന്ന നീക്കം. പാരമൗണ്ടിന്റെ ഈ നീക്കം എന്റർടൈൻമെന്റ് ലോകത്തെ ഏറ്റവും വലിയ ചൂതുകളിയിൽ ഒന്നാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഷെയർ മാർക്കറ്റ് പോലും അമ്പരന്ന ഈ ടേക്ക് ഓവർ ശ്രമത്തിന് പിന്നിൽ വ്യക്തമായ ബിസിനസ് തന്ത്രങ്ങളുണ്ട്. പാരമൗണ്ടിന്റെ ഓഫർ ഇതാണ്. WBDയുടെ ഓരോ ഷെയറിനും $30 നൽകാമെന്നാണ് പാരമൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മൊത്തം $108 ബില്യൺ എന്റർപ്രൈസസ് വാല്യൂ ഉള്ള ഓൾ ക്യാഷ് ഡീലാണ്. ഇനി നെറ്റ്ഫ്ലിക്സിന്റെ ഡീല് ഇങ്ങനെയാണ്. WBDയുടെ സ്റ്റുഡിയോ, HBO മാക്സ് തുടങ്ങിയ ആസ്തികൾക്കായി നെറ്റ്ഫ്ലിക്സ് വാഗ്ദാനം ചെയ്തത് $27.75 മൂല്യമുള്ള ക്യാഷ് ആൻഡ് സ്റ്റോക്ക് ഓഫറായിരുന്നു. നെറ്റ്ഫ്ലിക്സ് WBDയുടെ ലീനിയർ കേബിൾ നെറ്റ്വർക്കുകൾ, അതായത് CNN, ഡിസ്കവറി തുടങ്ങിയ ചാനലുകൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ആ ട്വിസ്റ്റ് സംഭവിച്ചത്. പാരമൗണ്ട് നെറ്റ്ഫ്ലിക്സിനേക്കാൾ ഉയർന്ന തുക, അതായത് $18 ബില്യൺ അധിക ക്യാഷ് വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം WB ഫിലിം സ്റ്റുഡിയോ, HBO മാക്സ് എന്നിവയെല്ലാം ഇനി ആര് ഭരിക്കുമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പാരമൗണ്ട് CEO ഡേവിഡ് എല്ലിസൺ പറഞ്ഞത് നിലവിലെ നെറ്റ്ഫ്ലിക്സ് ഡീൽ ഷെയർ ഹോൾഡർമാർക്ക് ഇൻഫീരിയർ പ്രപ്പോസലാണ്.
ഞങ്ങളുടെ ഓൾ ക്യാഷ് ഓഫർ അവർക്ക് സുപ്പീരിയർ വാല്യൂ ഉറപ്പാക്കുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റെടുക്കൽ ആന്റി ട്രസ്റ്റ് റെഗുലേറ്ററി അംഗീകാരം നേടാൻ ബുദ്ധിമുട്ടുമെന്നും പാരമൗണ്ട് വാദിക്കുന്നു. അതേസമയം പാരമൗണ്ടിന്റെ ഈ നീക്കത്തോട് തികച്ചും പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നായിരുന്നു നെറ്റ്ഫ്ലിക്സ് സഹ സിഇഒ ടെഡ് സാറാൻഡോസിന്റെ പ്രതികരണം വന്നത്. വാർണർ ബ്രോസിന്റെ കൈവശമുള്ള HBO, CNN, DC കോമിക്സ്, വാർണർ ബ്രോസ് സ്റ്റുഡിയോസ് തുടങ്ങിയ പ്രീമിയം ആസ്തികൾ സ്വന്തമാക്കുക എന്നതാണ് ഈ വമ്പൻ കളിയുടെ ലക്ഷ്യമേതായാലും. ഇതിലൂടെ പാരമൗണ്ട് പ്ലസ് പോലുള്ള സ്വന്തം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെ അതിശക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. പാരമൗണ്ടും വാർണർ ബ്രോസും ലയിച്ചാൽ ഡിസ്നിക്കും നെറ്റ്ഫ്ലിക്സിനും പോലും നേരിടാൻ പ്രയാസമുള്ള $1 ട്രില്യൺ മൂല്യമുള്ള മീഡിയ പവർ ഹൗസായി അത് മാറും. ഈ രണ്ട് വമ്പന്മാർ ചേരുമ്പോൾ മാക്സും പാരമൗണ്ട് പ്ലസും ലയിച്ച് ഉണ്ടാകുന്ന പുതിയ പ്ലാറ്റ്ഫോമിൽ കണ്ടന്റുകളുടെ എണ്ണവും ക്വാളിറ്റിയും ഒരുപാട് വർദ്ധിക്കും. ഇത് നിലവിൽ വിപണിയിലെ 1ാം സ്ഥാനക്കാരനായ നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ ബേസിനെ ബാധിക്കുമെന്ന ആശങ്കയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഓഹരികൾക്ക് ഇടിവും സംഭവിച്ചു. അതേസമയം ഈ ഒരു നീക്കത്തോടെ വാർണർ ബ്രദേഴ്സിന്റെയും പാരമൗണ്ടിന്റെയും ഓഹരി വില കുതിച്ചുയരുകയും ചെയ്തു. സ്ട്രീമിംഗ് ലോകത്തെ പോരാട്ടം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഓഹരികളുടെ ഇടിവും ഉയർച്ചയും ഒക്കെ സൂചിപ്പിക്കുന്നത്. 9.25 ലക്ഷം കോടി രൂപയുടെ ഈ മെഗാ ബിഡ് ബോളിവുഡിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുമെന്ന് ഉറപ്പാണ്. ഈ ഫൈറ്റ് ആരാണ് ജയിക്കുക എന്നത് ഉടമകളായ റെഡ് സോൺ ഫാമിലിയെ ആശ്രയിച്ചിരിക്കും. പാരമൗണ്ട് WBD പോരാട്ടത്തിൽ സംഭവിക്കുന്നതും വലിയൊരു മോണിറ്റൈസേഷൻ ശ്രമമാണ്. ഈ മീഡിയ പോരാട്ടം ലോകമെമ്പാടുമുള്ള കണ്ടന്റുകളുടെയും വിനോദത്തിന്റെയും ഫ്യൂച്ചറിനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുറപ്പ്. നെറ്റ്ഫ്ലിക്സ് ഡീൽ അംഗീകരിച്ച WBDയുടെ ബോർഡ് ഇനി എന്ത് നിലപാടെടുക്കും? ഉയർന്ന ക്യാഷ് ഓഫർ തള്ളിക്കളഞ്ഞ് അവർ നെറ്റ്ഫ്ലിക്സുമായി തന്നെ മുന്നോട്ട് പോകുമോ, അതോ ഈ ഷെയർ ഹോൾഡർമാർ നേരിട്ട് പാരമൗണ്ടിനൊപ്പം ചേരുമോ? ബോളിവുഡിലെ ഈ കോർപ്പറേറ്റ് ത്രില്ലർ കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഒരു കൗതുക വാർത്തയാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ സൂര്യന്മാരെ ആകാശത്ത് കണ്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഒരു ഫാന്റസി സ്റ്റോറിയാണെന്ന് തോന്നാമെങ്കിലും ചൈനയിലെ ഇന്നർ മംഗോളിയയുടെ ആകാശത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതാണ്. പ്രകൃതിയുടെ വിസ്മയങ്ങളിൽ ഒന്നായ സൺഡോഗ്സ് എന്ന അപൂർവ പ്രതിഭാസം ഇന്നർ മംഗോളിയയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഈ മനോഹരമായ കാഴ്ച ആകാശത്ത് ഒരേ സമയം 3 സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന പ്രതീതിയാണ് നൽകിയത്. ശാസ്ത്രലോകത്തെയും സാധാരണക്കാരെയും ഒരുപോലെ വിസ്മയിപ്പിച്ച ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഒട്ടും വൈകാതെ വൈറലായി. പാർഹീലിയോൺ എന്നും അറിയപ്പെടുന്ന ഈ പ്രതിഭാസം വളരെ റെയറായി മാത്രമേ കാണപ്പെടാറുള്ളൂ. ശരിക്കും ഇത് ഒരുതരം ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അന്തരീക്ഷത്തിലെ ഉയരം കൂടിയ മേഘങ്ങളിൽ കാണപ്പെടുന്ന ഹെക്സഗണൽ ഐസ് ക്രിസ്റ്റൽസിൽ സൂര്യപ്രകാശം തട്ടി റിഫ്രാക്ട് ചെയ്യുമ്പോഴാണ് സൺഡോഗ്സ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. പ്രധാന സൂര്യന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരേ നിരപ്പിൽ മഴവില്ലിന്റെ നിറങ്ങളോടുകൂടിയ 2 ശോഭയുള്ള, അതായത് ബ്രൈറ്റ് സ്പോട്ടുകളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇത് സൂര്യന്റെ 2 മിറർ ഇമേജസ് പോലെ തോന്നിപ്പിക്കും, അതായത് 3 സൂര്യന്മാർ. ഇന്നർ മംഗോളിയയിലെ ഡൌക്വെൻ കൗണ്ടിയിൽ തണുപ്പേറിയ അന്തരീക്ഷത്തിലാണ് ഈ പ്രതിഭാസം ഏറ്റവും വ്യക്തമായി കണ്ടത്. ശക്തമായ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഉള്ളപ്പോൾ മാത്രമാണ് ഐസ് ക്രിസ്റ്റലുകൾ ധാരാളമായി രൂപപ്പെടുന്നത്. ഈ പ്രതിഭാസം ഉണ്ടാകുന്നതിന് ക്ലിയർ സ്കൈയും കൃത്യമായ അളവിലുള്ള ഐസ് ക്രിസ്റ്റലുകളും അത്യാവശ്യമാണ്. ക്രിസ്റ്റലുകൾ അന്തരീക്ഷത്തിൽ പെർഫെക്റ്റ് ആംഗിളിൽ അലൈൻമെന്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഇത്രയും വ്യക്തമായി സൺഡോഗ്സ് കാണാൻ സാധിക്കുകയുള്ളൂ. സൺഡോഗ്സ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആകാശത്ത് സൂര്യന് ചുറ്റും ഒരു വലിയ ഹേലോ അഥവാ വലയം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രകാശവലയം ഈ മനോഹരമായ ലൈറ്റ് ഷോയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. ഈ കാഴ്ച കണ്ടവർ ഇത് തങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത വിഷ്വൽ എക്സ്പീരിയൻസ് ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സയൻസും ആർട്ടും ഒത്തുചേരുന്ന ഒരു അപൂർവ നിമിഷമാണിത്. ഇന്നർ മംഗോളിയയിൽ കാണപ്പെട്ട സൺഡോഗ്സ് പ്രതിഭാസം പ്രകൃതിയുടെ മാസ്മരികത വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ലോകം തിരക്കിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആകാശത്തേക്ക് ഒന്ന് നോക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് കൂടിയാണ് ഈ ഒരു പ്രതിഭാസം. പ്രകൃതിയുടെ ഈ വിസ്മയങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി ചില സുപ്രധാന ഗൾഫ് വാർത്തകൾ പരിശോധിക്കാം. ദുബായ് നഗരത്തിന്റെ വളർച്ചയ്ക്ക് വേഗത കൂട്ടിക്കൊണ്ട് 2 പുതിയ റെസിഡൻഷ്യൽ മേഖലകൾ പ്രഖ്യാപിച്ചു. ഇത് ദുബായ് നിവാസികൾക്ക് കൂടുതൽ പാർപ്പിട സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. പുതിയ മേഖലകളിൽ 152 പുതിയ പാർക്കുകൾ, 33 കിലോമീറ്റർ സൈക്ലിംഗ് പാതകൾ എന്നിവ ഉൾപ്പെടും. ജീവിത നിലവാരം ഉയർത്തുന്നതിനും വിനോദത്തിനുമായി കൂടുതൽ പൊതുവിടങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇത് സഹായകമാകും. ഒപ്പം ദുബായിൽ ഷെയർ ടാക്സി സർവീസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള 6 മാസത്തെ പരീക്ഷണ ഓട്ടം ഉടൻ ആരംഭിക്കും. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. വിന്റർ വെക്കേഷൻ ആരംഭിച്ചതോടെ UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നു. സ്കൂളുകൾ അവധിക്കായി അടച്ചതോടെ കുടുംബവുമായി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമാണ് സൃഷ്ടിക്കുന്നത്. ടിക്കറ്റ് നിരക്കുകൾ 50% വരെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനായി അവസാന നിമിഷത്തെ ബുക്കിംഗുകൾ ഒഴിവാക്കാനും നേരത്തെ തന്നെ ടിക്കറ്റുകൾ ഉറപ്പാക്കാനും ട്രാവൽ ഏജൻസികൾ ഉപദേശിക്കുന്നു.
സൗദി അറേബ്യ തനത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ നിയമം നടപ്പിലാക്കുന്നു. സൗദി ഡേറ്റ്സ്, തായ്ഫ് റോസാപ്പൂക്കൾ, നജ്റാൻ തേൻ തുടങ്ങിയ രാജ്യത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങളുടെ ആധികാരികതയും വിപണി മൂല്യവും സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. വ്യാജമായ നിർമ്മാണം തടഞ്ഞ് ഉപഭോക്താക്കൾ വഞ്ചിതരാകുന്നത് ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. നിയമം ലംഘിച്ച് വ്യാജമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് 1 മാസം മുതൽ 3 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും. കുവൈറ്റിൽ ജനവാസ കേന്ദ്രങ്ങളിലെ സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ മുനിസിപ്പൽ കൌൺസിൽ അംഗീകാരം നൽകി. റെസിഡൻഷ്യൽ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. പ്രദേശവാസികളുടെ സൗകര്യവും ഗതാഗതക്കുരുക്കും കണക്കിലെടുത്താണ് കൌൺസിൽ ഈ നിർദ്ദേശം അംഗീകരിച്ചത്. UAE തൊഴിൽ മന്ത്രാലയം രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ 1300-ലധികം വ്യാജ സ്ഥാപനങ്ങളെ കണ്ടെത്തി. നിയമലംഘനങ്ങളുടെ പേരിൽ ഈ സ്ഥാപനങ്ങൾക്ക് 3.4 കോടി ദിർഹം പിഴ ചുമത്തി. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ഗൾഫ് മേഖലയിലെ നിർമ്മാണപരമായ ഈ മുന്നേറ്റങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ശ്രദ്ധയും ഈ രാജ്യങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് ഊർജ്ജം പകരുന്നതാണ്. ഈ വികസന കുതിപ്പുകളെല്ലാം തന്നെ സ്വദേശവാസികൾക്കും പ്രവാസി സമൂഹത്തിനും ഒരുപോലെ പുതിയ തൊഴിൽ സാധ്യതകളും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉറപ്പുവരുത്തുകയാണ്. ലോകം ഇപ്പോൾ നേരിടുന്ന എല്ലാ ചലഞ്ചുകൾക്കും ഇടയിലും ഒരു പോസിറ്റീവ് നോട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ വിസ്മയം മുതൽ മനുഷ്യന്റെ അതിജീവന ശേഷി വരെ ജപ്പാൻകാരുടെ ധൈര്യവും അതിജീവന ശേഷിയും ലോകത്തിന് മാതൃകയാണ്. ഹോളിവുഡിലെ കടുത്ത മത്സരം ഉപഭോക്താക്കൾക്ക് കൂടുതൽ ക്വാളിറ്റി കണ്ടന്റ് ലഭ്യമാക്കാൻ സഹായിക്കും. ട്രംപിന്റെ താരിഫ് തന്ത്രങ്ങളും ഗാസയിലെ യെല്ലോ ലൈൻ കഥകളും ലോകരാജ്യങ്ങൾ തമ്മിൽ നീതിക്കും സമാധാനത്തിനും വേണ്ടി കൂടുതൽ ചർച്ചകളും സഹകരണവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള മനുഷ്യന്റെ ആത്മവീര്യത്തിലാണ് നമുക്കിനി പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കുക. ഗുഡ് നൈറ്റ്.